സീസൺ 1 എപ്പിസോഡ് 6. മരിച്ചുപോയ നെയ്തൻ്റെ ബോഡി മറവ് ചെയ്യുന്ന ഷെരീഫും ഡെപ്യൂട്ടി കെനിയും ഒരു പ്രെയർ മീറ്റിങ്ങിന് വേണ്ടി ചർച്ചിൽ കൂടിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ അവരോട് പ്രസംഗിക്കുന്ന ഫാദർ കാത്രി ഇപ്പോൾ തൻ്റെ റേഡിയോ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള പാർട്സ് സംഘടിപ്പിക്കുകയാണ്. ജെയ്ഡ് ഓരോ കാറുകളിൽ നിന്നൊക്കെ ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ വീട്ടിൽ മുൻപേ താമസിച്ചിരുന്ന ലൊറൈൻ്റെ സ്റ്റഫൊക്കെ ഒരു ബോക്സിലേക്ക് മാറ്റുന്ന ടബീത്ത, വിക്ടർ എടുത്ത ശവക്കുഴികൾ നോക്കി കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ജൂലി ഇപ്പോൾ അവൾ തിരിച്ച് കോളനി ഹൗസിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടെ സിറ്റ് ഔട്ടിൽ ഒരു നല്ല ഭംഗിയുള്ള ബൊക്കെ ഇരിക്കുന്നു. അവൾക്കത് കാണുമ്പോൾ സന്തോഷമാകുന്നു. അവൾ ചുറ്റിനും നോക്കുന്നു, അവിടെ ആരെയും കാണുന്നില്ല. ഈ ബൊക്കെ എടുത്ത് അവൾ വീടിനുള്ളിലേക്ക് കയറി പോകുന്നു. വീണ്ടും ചർച്ച് കാണിക്കുകയാണ്. ഫാദർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരികയാണ് തബീത്ത. അവൾ വന്നിച്ചിട്ട് കഴിയുമ്പോഴേക്കും ഫാദർ തൻ്റെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്ത ആൾക്കാരൊക്കെ പോയി. അപ്പോൾ തബീത്തയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈതൻ എന്ത് പറയുന്നു? അവന് ഭയങ്കര പേടിയാണ്, അവൻ ഇപ്പോഴും കൺഫ്യൂസ്ഡാണ്. സാറേ എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്തത് എന്നാണ് അവൻ്റെ ഒരു പേടി. ഞാൻ വീടൊക്കെ അടുക്കി പെറുക്കുമായിരുന്നു, അപ്പോൾ കുറച്ച് പേപ്പേഴ്സ് കിട്ടി. മറ്റേ ഫാമിലിയാണ് നോക്കിയപ്പം നിൻ്റെയാണ്, അച്ഛൻ്റെ ആണെന്ന് മനസ്സിലായതുകൊണ്ട് തരാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു. ഇതിൽ എഴുതിയേക്കുന്ന ബൈബിൾ വചനങ്ങളൊക്കെ അച്ഛൻ ഓർമ്മയിൽ നിന്ന് എഴുതിയതാണോ? അതെ, അത് നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നു. സാറേ പിന്നീട് ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് തബീത്ത് ചോദിക്കുമ്പോൾ അവൾ അപ്പം തന്നെ കാടിനുള്ളിലേക്ക് ഓടിപ്പോയി. ഞാനും കുറേയൊക്കെ ഫോളോ ചെയ്തു, പക്ഷേ എൻ്റെ മുട്ടുവയ്യ, എനിക്ക് പിന്നെ പോകാൻ പറ്റിയില്ല. നീ എന്ത് വിചാരിക്കുന്നു, നമ്മൾ ജീവനോടെ ഉണ്ടായിരിക്കുമോ? വഴിയില്ല, രാത്രി താണ്ടാൻ വഴിയില്ല, മോൺസ്റ്റേഴ്സൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുന്നു. ശരിക്കും നീ എന്തിനാണ് വന്നത്, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ് അച്ഛാ. ശരിക്കും നമ്മളൊക്കെ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചു പോയോ, എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എന്താ പറയുന്ന പേടിക്കണ്ട, വിഷമിക്കേണ്ട. ഈ ചോദ്യം ഇവിടെയുള്ള എല്ലാവരും തന്നെ പരസ്പരം ചോദിക്കുന്നതും എന്നോടും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ജീവനോടെയുണ്ട്, നീയും നിൻ്റെ കുടുംബവും ഒക്കെ ജീവനോടെ തന്നെയുണ്ട്. ഒക്കെ ശരിയാകും, നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ഫാദർ അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്നു. തബീത്ത പോയി കഴിയുമ്പോഴേക്കും അച്ഛൻ ചർച്ച് അടച്ചിട്ട് ഒരു വിളക്കും എടുത്ത് ബേസ്മെൻറ്റിലേക്ക് വരികയാണ്. അവിടെ ബന്ധിക്കപ്പെട്ട നിലയിൽ നമുക്ക് സാറയെ കാണാൻ സാധിക്കും. അവളോട് അച്ഛൻ പറയുകയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. കെനിയോട് ഷെരീഫ് ചോദിക്കുവാണ്, എങ്ങനെയുണ്ട് നിൻ്റെ ഒരു മാനസികാവസ്ഥ? ഞാനെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വരുന്നു. നിൻ്റെ അമ്മയോ സാറയുടെ പ്രവൃത്തിയിൽ? അതാണ് ശരിക്കും കൺഫ്യൂഷൻ. എൻ്റെ അമ്മയ്ക്ക് അവൾ സ്വന്തം മോളെ പോലെ ആയിരുന്നു, അവൾക്ക് എന്തു പറ്റിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചിന്ത. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ വീടുകളിൽ നമ്മളെ ടാലിസ്മാൻ സംരക്ഷിക്കുന്നുണ്ട്. അത് യൂസ് ചെയ്തപ്പം RVയിൽ വെച്ചും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ കാട്ടിലോട്ട് നമ്മൾ അധികം പോകാത്തത് ടാലിസ്മാൻ നമ്മളെ അവിടെ സംരക്ഷിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ. ഞാൻ എന്താ വിചാരിക്കുന്നത് അറിയാമോ, ഒരു ടാലിസ്മാനും എടുത്ത് കാട്ടിനുള്ളിലേക്ക് ഇങ്ങ് പോയാലോ എന്ന്, ചിലപ്പോൾ നമുക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റിയാലോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് കെനി തൻ്റെ ശവല് വലിച്ചെറിഞ്ഞിട്ട് പോവാണ്. നീ എന്ത് പണിയെ കാണിക്കാൻ, നിന്നോടല്ലേ സംസാരിക്കും, നീ എവിടെ പോകുന്നതെന്ന് ഷെരീഫ് ചോദിക്കുമ്പം നിന്നെ എത്ര ദൂരം പോകാനാണ് നിൻ്റെ പ്ലാൻ? പറ്റുന്നിടത്തോളം. ഒറ്റയ്ക്ക് പോകാനാണോ? അതെ, എന്നാൽ പോ, മരിക്കാൻ എത്ര താല്പര്യമാണെങ്കിൽ ചെന്ന് ചാക് എന്നും പറഞ്ഞ് അവനോടൻ ദേഷ്യപ്പെട്ട് പോകുന്നു. ഇത് കണ്ടിട്ട് ചേട്ടാ ഇവനിത് എന്ത് പറ്റി എന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന ഷെരീഫ്. ഇവിടെ താമസിച്ചിരുന്ന ലൊറൈൻ്റെ സാധനങ്ങളൊക്കെ ഞാനൊരു പാക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ കൊണ്ടുപോയി സ്റ്റോറേജിൽ കൊടുത്തിട്ട് വരാം എന്ന് പറയുന്ന തബീത്ത. അപ്പോൾ ജിം നീ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത് കണ്ടോ, ഈ കോഡിൻ്റെ ഉള്ളിൽ വയറില്ല, ഇതിൻ്റെ പ്ലഗ് കണ്ടോ, ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഒന്നും ഒരു സെൻസ് ഇല്ലാത്ത രീതിയിലാണ് എന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒന്ന് കോളിംഗ് ബെൽ പോലും അടിക്കാതെ ഇടിച്ച് കയറി വരുവാണ്. കയ്യിൽ കുറേ സാധനങ്ങളുമായിട്ട് ജെയ്ഡ്. ഈ വൃത്തികെട്ടവനല്ലേ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിച്ചത് എന്ന് തബീത ചോദിക്കുമ്പോൾ ജെയ്ഡ് പറയാണ്, ഒന്നാമത് ഞാനല്ല വണ്ടി ഓടിച്ചത്, രണ്ടാമത് ആ ആക്സിഡൻറ്റിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് മരണപ്പെട്ടു. നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാനാണോ പ്ലാൻ, അതോ വീട്ടിൽ പോകണമെന്ന് വല്ല വിചാരമുണ്ടോ? എൻ്റെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയുന്നു. ഫാദർ കാത്രി സാറയോട് പറയാണ്, ഈ ടൗണിൽ എന്തെല്ലാം തരം ബുക്കുകളുണ്ട്, പക്ഷേ ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ ബൈബിളിൻ്റെ ഒരു കോപ്പി പോലും ഇല്ല. നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സാറ? നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇത്രയും ഹീനമായൊരു കൃത്യം ചെയ്തിട്ടും ഞാനെന്തിനാണ് നിന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടു നിർത്തിയേക്കുന്നതെന്ന്, അല്ലേ? സത്യത്തിൽ നീ ചെയ്ത പ്രവൃത്തിക്ക് നീ ഇപ്പം ആ ബോക്സിൽ, പണിഷ്മെൻറ്റ് ബോക്സിൽ കിടക്കേണ്ട ആളാണ്. ഇവളുടെ വായിൽ കിട്ടിയിരിക്കുന്ന ആ ടവൽ അഴിച്ചു മാറ്റും. എന്നിട്ട് പറയുകയാണ്, നെയ്തൻ എന്നോട് പറഞ്ഞായിരുന്നു നിനക്ക് കേൾക്കാറുള്ള ആ സൗണ്ടിനെ കുറിച്ച്. അപ്പോൾ ഇവളിങ്ങനെ പേടിച്ച് ഇയാളെ നോക്കുന്നുണ്ട്. നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തെങ്കിലും നിനക്ക് ഇനിയും നല്ല കാര്യം ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ പറ്റും, അതൊരു നല്ല കാര്യമല്ലേ? നെയ്തനും അതായിരിക്കും ഇഷ്ടം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ തല കുലുക്കുന്നു.
തനിക്ക് കിട്ടിയ ബൊക്കെ തൻ്റെ റൂമിൽ കൊണ്ടുവന്ന് ഒരു വേസിൽ ഇട്ട് വെക്കുകയാണ് ജൂലി. ഇത് കണ്ടുകൊണ്ടാണ് ഫാത്തിമ അങ്ങോട്ട് വരുന്നത്. അടിപൊളിയാണല്ലോ, നിനക്ക് നല്ല സെൻസ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല, താഴെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഒരു നല്ല ഫ്ലോറിസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വാ, ഇന്ന് ലോണ്ട്രി ഡേ ആണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് ജൂലിയെ വിളിച്ചുകൊണ്ട് പോകും. തങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് വന്ന് ടോബിയുടെ ഓഡി 5-ൽ നിന്നും ഉള്ള വയറിങ് അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ജെയ്ഡും ജിമ്മും കൂടെ. അപ്പോൾ ജിം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവിടം വരെ വന്നത്? ടൗണിൽ തന്നെ കുറേ കാറുകൾ കിടപ്പില്ലേ? ഇടോ, അതൊക്കെ പഴഞ്ചൻ മോഡല്ലേ, ഇത് ടോപ്പ് ലാൻ ഓഡി Q5 ആണ്, നിനക്ക് ആ പഴയ നടത്തുന്ന സാധനം എടുത്തിട്ട് വേണോ എന്ന് ചോദിച്ച് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അവർ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ജിം തൻ്റെ അപ്പുറത്ത് കിടക്കുന്ന RV വിഷമത്തോടെ ഇങ്ങനെ നോക്കുന്നു. ഡൈനറിൽ സ്റ്റോറേജിൽ വെക്കാൻ വേണ്ടി ലൊറൈൻ്റെ തിങ്സുമായിട്ട് വന്നേക്കുവാണ് തബീത്തയും ഈതനും കൂടെ. അവർക്ക് സ്റ്റോർ കാണിച്ചു കൊടുക്കുന്ന മിസ്സസ് ലിയു. ഇപ്പോൾ ആളവിടെ സാധനങ്ങൾ വെച്ചു. ഇവിടെ എന്തോരം സാധനങ്ങളെന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ബ്രേസ്ലെറ്റ് അവൾക്ക് കിട്ടുന്നു. അവൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. റേഡിയോയുടെ പരിപാടിയായിട്ട് ജിമ്മിനെയും കൂട്ടി ജെയ്ഡ് ഒരു വലിയ മരത്തിൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. ജിം പറയുന്നു, ഓ ഇതിന് അത്ര പൊക്കം പോരല്ലോ, ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കുമെന്നേ, ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും വലിയ മരം ഇതാണ്. ഈ ജെയ്ഡിൻ്റെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാതെ പിണങ്ങി പോകുന്നുണ്ട് ജിം. പിന്നെ വന്ന് അവനെ വിളിച്ച് അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ജെയ്ഡ്. ഡോക്ടർ ക്രിസ്റ്റിയെ കാണാൻ വേണ്ടി ക്ലിനിക്കിലേക്ക് വരുന്ന ഷെരീഫ്. ഇപ്പോൾ അവിടെ ആരെയും കാണാഞ്ഞിട്ട് ഇദ്ദേഹം ഡെപ്യൂട്ടി കെനിയുടെ അച്ഛൻ മരിച്ചു കിടന്ന ആ ബാത്റൂം പോയി ഇങ്ങനെ നോക്കി വിഷമിച്ചോളം നിൽക്കുകയാണ്. ആ സമയത്ത് ക്രിസ്റ്റി അങ്ങോട്ട് വരുന്നുണ്ട്. ഇദ്ദേഹം ചോദിക്കുകയാണ്, ക്രിസ്റ്റി, നീയും കെനിയുമായിട്ട് നല്ല റിലേഷനിലാണല്ലോ, നല്ല ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം, എന്താണ് അവൻ്റെ ഒരു മാനസികാവസ്ഥ? അവന് ഉള്ളിലുള്ള ഭയങ്കരമായ വിഷമം പുറത്ത് കാണിക്കുന്നില്ല, എല്ലാവരോടും നോർമലായിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഷെരീഫ് പറയുകയാണ്, അതെ, ഞാനും അവനെ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് ഒരു നോർമൽ. എനിക്കറിയാം നിനക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നിൻ്റെ സ്ഥാനത്തേക്ക് ഷെരീഫ് ആകാനായിട്ട് അവനെ പ്രിപ്പയർ ചെയ്യുവാണെന്ന്. പക്ഷെ അവൻ നിന്നെ കാണുന്നത് അവർ ഷെരീഫായിട്ടല്ല, അവൻ്റെ അച്ഛനെ പോലെയാണ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് കാര്യം പിടികിട്ടുന്നത്. സാറയോട് ബൈബിളിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഫാദർ കാത്രി. നിനക്ക് ബൈബിളിനെ കുറിച്ച് അറിയാവോ? എല്ലാം എഴുതി കംപ്ലീറ്റ് ആയ ഒരു കൃതിയാണ് ബൈബിളെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതിൽ 73 പുസ്തകങ്ങളുണ്ടെന്ന് നിനക്കറിയാവോ? അപ്പോൾ അവൾ ഇല്ല എന്ന് പറയുന്നു. ഞാനിവിടെ വന്ന് പെട്ട കാലം തുടങ്ങി ഞാൻ ചിന്തിക്കുന്നതാണ്, ഇത് നമ്മൾ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ ബൈബിളിലേക്ക് ചേർക്കപ്പെടാൻ പോകുന്ന 74-ാമത്തെ അധ്യായമല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് ആർക്കറിയാം? നമ്മളെ ദൈവം ചൂസ് ചെയ്തതല്ല എന്ന് ആർക്കറിയാം? അപ്പോൾ സാറ് ചോദിക്കുന്നു, എന്തിനു വേണ്ടി? അതെനിക്കറിയില്ല, അതറിയാൻ വേണ്ടിയാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്, നീ കേൾക്കാറുള്ള ആ ശബ്ദങ്ങളെക്കുറിച്ചെന്ന്. അവൾ ഒന്നും വേണ്ടുന്നില്ല. ജിം വീട്ടിലേക്ക് എത്താൻ വൈകുന്നതിനെക്കുറിച്ച് ചോദിക്കുന്ന ഈതനോട്, ഇല്ല മോനെ, പെട്ടെന്ന് വരും എന്നെനിക്ക് തോന്നുന്നു എന്ന് പറയും. നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ഈതൻ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ ഈ ബ്രേസ്ലെറ്റിൻ്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു. ശരിയാവും, നല്ല രസമുണ്ട്. ആ ലൈറ്റ് എന്താ അമ്മ എപ്പോഴും ഇങ്ങനെ അണയുന്നത് ചോദിക്കുമ്പോൾ അവൾ, എനിക്കറിയില്ല, നമുക്ക് ട്രഷർ ഹണ്ട് പോലെ ഒരു അഡ്വഞ്ചർ ചെയ്താലോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഈ ലൈറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന്. ഇഷ്ടപ്പെട്ടോ പേര്? ഇഷ്ടപ്പെട്ടു. വാ, അതിന് നമുക്ക് ചില ടൂൾസ് വേണം. ഈ സ്ക്രൂ ഡ്രൈവർ നിനക്ക്, എനിക്ക് ഹാമർ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി രണ്ടുപേരും കൂടെ ആ കബേർഡ് ഇത്തിരി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ആ ഭിത്തിയുള്ള ഹാമർ വെച്ച് തല്ലി പൊളിക്കുവാണ്. ഈ റേഡിയോ പ്രോജക്റ്റിന് വേണ്ടി ഈ ആൻറ്റിന മരത്തിൻ്റെ ഏറ്റവും മുകളിൽ നല്ല ഹൈറ്റിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം. ഈ ജെയ്ഡിന് മരത്തിലേക്ക് കയറാൻ പറ്റത്തില്ല, കാരണം ഇവന് പേടിയാണ് ഹൈറ്റ്, മാത്രമല്ല തല ചുറ്റും. അപ്പോൾ അതിനാണ് എൻജിനീയർ കൂടിയായ ജിമ്മിൻ്റെ സഹായം ഇവൻ തേടുന്നത്. അവൻ ടെക്നിക്കൽ നോളജും കാണുമല്ലോ. അങ്ങനെ ജിമ്മ് ഈ ആൻറ്റിനെയും കേബിളൊക്കെ ആയിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഇരുന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ജെയ്ഡ്. ഇപ്പോൾ അവിടെ എന്തായി കാര്യങ്ങളെന്ന് ജെയ്ഡ് ചോദിച്ചിട്ട് ഇവൻ വെറുതെ ഇങ്ങനെ മരത്തിലേക്ക് കൈ ചാരുമ്പോഴേക്കും പെട്ടെന്ന് ഇവൻ്റെ കയ്യിലൂടെ നിറയെ ബ്ലഡ് ഒഴുകുന്ന. ഇവൻ അത് കണ്ടിട്ട് ഇതെന്തായെന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പം ആ മരത്തിൻ്റെ കൊമ്പുകളിൽ ആകപ്പാടെ നിറയെ മൃതദേഹങ്ങൾ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. അതിൽ നിന്നൊക്കെ ബ്ലഡ് ഒഴുകി ഇവൻ്റെ ശരീരത്തും മുഖത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ പടരുന്നതായിട്ടും പിന്നെ ഒരാൾ ഗണ്ണുമായിട്ട് വന്ന് ഇവനെ ഷൂട്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ. ഇവൻ അവിടെ നിന്ന് പേടിച്ച് ഓടി കുറേ ദൂരം എത്തുമ്പോഴേക്കും ഇവൻ അവിടെ മറിഞ്ഞു വീഴും. ആ ആൾ വന്ന് ആ ഗണ്ണ് വെച്ച് ഇവൻ്റെ വയറ്റിലേക്ക് കുത്തുന്നതായിട്ട് അവൻ കാണുന്നു. ഇവൻ അയ്യോ എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഈ സമയത്ത് ജിം മരത്തിന് താഴെ ഇറങ്ങി വന്നിട്ട് ഇവനോട് എന്ത് പറ്റി, നീ എന്തുവാ കണ്ടതെന്നാലും അത് സത്യമല്ല, അത് ഫേക്കാണ്, നീ അത് മനസ്സിലാക്കുന്നത് പറഞ്ഞ് ഇവൻ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. പെട്ടെന്ന് ഇവൻ നോക്കുമ്പോഴേക്കും ശരിയാണോ, ഒന്നുമില്ല. എന്നിട്ടും ഇവനെ അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. എൻ്റെ പുറത്തുനിന്ന് കൈയെടുക്കുന്നു പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇവൻ ജിമ്മിനെ ഇട്ടിട്ട് ഓടിപ്പോകുന്നു. നീ കേൾക്കാറുള്ള വോയിസിനെ കുറിച്ച് പറയുമെന്ന് ഫാദർ കാത്രി പറയുമ്പം സാറ് പറയാണ്, അവരെന്നോട് സഹായം ആവശ്യപ്പെട്ടതാണ്. അതായത് നമ്മളെപ്പോലെ തന്നെ അവരും ഇവിടെ കുടുങ്ങിപ്പോയവരാണ്. കുറേ നാളുകളായിട്ട് അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവർ പറയുന്നത് കേൾക്കാൻ മനസ്സുള്ള ഒരാളിവിടെ എത്താൻ വേണ്ടി അവരെ സഹായിക്കാൻ. എന്തിനു സഹായിക്കാൻ? അവരെ ഇവിടുന്ന് അവർക്ക് വീട്ടിൽ പോകാൻ വേണ്ടി സഹായിക്കാമെന്ന്.
നീ എന്തുകൊണ്ടാണ് അവരെ വിശ്വസിച്ചത്? അവരെ വിശ്വസിച്ചതെന്ന് വെച്ചാൽ അവരെന്നോട് പറഞ്ഞു, അതായത് ടൗണിൻ്റെ വാതിലിൽ പോയി നിന്നാൽ നിനക്കൊരു കാര്യം കാണാൻ പറ്റും, ഇന്ന് 2 കാറുകൾ വരുമെന്ന്. ശരിയാണ്, അതേപോലെ 2 കാറുകൾ വരികയും ചെയ്തു. ഇതേപോലെ പണ്ടും 2 കാറുകൾ വന്നിട്ടുണ്ട്. അതിലുള്ളവരെല്ലാം പക്ഷേ മരിച്ചുപോയി. ഇവർ പറയുന്നത് പോലെ ഞാൻ കേൾക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും സേഫായിരിക്കും, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോകാൻ പറ്റും എന്നവരോട് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതെനിക്കറിയത്തില്ല. അവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഫാദർ ചോദിക്കുമ്പം അവരെന്നോട് പ്രോമിസ് ചെയ്തതാണ്, നെയ്ത്തിന് ഒരു കുഴപ്പവും വരത്തില്ലെന്നൊരു പ്രോമിസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവൻ മരിച്ചു പോയില്ലെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, മറ്റുള്ളവർക്ക് ആർക്കും കേൾക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നീ കേൾക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ സ്പെഷ്യലാണ് സാറാ. പക്ഷേ ഇതെല്ലാം നിൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ മാത്രമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്ക് പ്രൂഫിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പ്രൂഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി ഷെരീഫിനോട് കാര്യം പറയാമല്ലോ, അപ്പോൾ നീ ക്രേസി അല്ലെന്നും അവർക്ക് മനസ്സിലാകുമല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്യാണ്. എന്ത് പറ്റും ചോദിക്കുമ്പം അവർക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, എനിക്കിപ്പോൾ ഒരു പേപ്പർ വേണം എന്നവൾ ആവശ്യം. ജെയ്ഡ് തൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയല്ലോ. ഇപ്പോൾ ജിം തിരികെ ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് റേഡിയോ എടുത്ത് ഫ്രീക്വൻസി ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. അവനിങ്ങനെ സംശയിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഡൈനറിൽ വന്നിരുന്ന് ഒരു പേപ്പറിൽ ഇവൻ പല സമയത്തായിട്ട് ഇപ്പോൾ ആ മരത്തിലും കണ്ടു, അതിന് മുന്നേ ആ റൂട്ട് സെലറിലും കണ്ട ആ ഒരു സിമ്പിൾ ഇവൻ വരയ്ക്കുകയാണ്. അപ്പോൾ കെനിയുടെ അമ്മ ടിയാൻ അങ്ങോട്ട് വന്നിട്ട് എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഒരു ചായ കൊടുക്കുന്നുണ്ട്. ഇവനത് വേണ്ടെന്ന് പറയുന്നെങ്കിലും അവൾ നിർബന്ധിച്ചത് കാരണം അവൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ വരയ്ക്കുന്ന കണ്ടിട്ട് ആ പേപ്പറും എടുത്ത് ഇവർ സ്റ്റോറേജിലേക്ക് പോവാണ്. ഇവരുടെ പിന്നാലെ ഇവൻ ചെല്ലുന്നു. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ട് അവനും വണ്ടർ അടിക്കുന്നു. ഇപ്പോൾ അവൾ പോയി തപ്പുന്ന സ്ഥലത്ത് നിന്ന് ഇവനൊരു ഇയർ ബുക്ക് കിട്ടുകയാണ്. ഇയർ ബുക്ക് 1972. ആക്ച്വലി നീ എന്താ തപ്പുന്നതെന്ന് ചോദിക്കുമ്പം ഇവൾ ഒരു ഡയറി എടുത്ത് അതിൻ്റെ ഒരു പേജ് ഇവനെ കാണിക്കുകയാണ്. ഇവൻ വരച്ചുകൊണ്ടിരുന്ന അതേ സിമ്പിൾ ആ ഡയറിയിലും നിറയെ വരച്ചിരിക്കുന്ന കണ്ട് ഇവൻ അത്ഭുതപ്പെട്ടു. അവിടെ സാറെ ചോദിച്ചത് പ്രകാരം ഫാദർ കാത്തറി അവൾക്ക് പേപ്പർ കൊണ്ട് കൊടുത്തു. അവൾ പറയുകയാണ്, നിന്നെ എന്തോ അവർക്ക് കാണിക്കാനുണ്ട് പ്രൂഫായിട്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവള് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇവള് വരയ്ക്കുകയാണ്. ആ സമയത്ത് ഇവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വരച്ചു കൊടുക്കുന്നത് എന്താണെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, എനിക്കറിയില്ല, നീ ഇവിടെ വന്ന ദിവസം നീ ഒരു ബാഗിൽ എന്തൊക്കെയോ സാധനങ്ങൾ കുഴിച്ചിട്ടു, അത് അവർ കണ്ടു, ഇതാണ് അവർ റിയൽ ആണ് എന്ന് നിനക്കുള്ള പ്രൂഫെന്നും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കിളി പോയതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇവൾ ചോദിക്കുകയാണ് എന്താണ് അതിനർത്ഥം എന്ന്. തൻ്റെ ബേസ് ബോളിൻ്റെ ഗ്ലൗസും ബോളും ഒക്കെ എടുത്ത് കെനിയെ കാണാൻ വേണ്ടി വരുവാണ് ഷെരീഫ്. ഇപ്പോൾ അദ്ദേഹം അവനെ കളിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പണ്ട് കളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അവൻ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവൻ ചെസ് പീസ് ഉണ്ടാക്കുവാണ് അവിടെ ഇരുന്ന്. അപ്പോൾ അവസാനം ഇയാൾ പറയുകയാണ്, കെനി നിനക്കറിയുമോ, എനിക്ക് തീരെ വയ്യെങ്കിൽ പോയി ക്രിസ്റ്റിയെ കാണുമെന്ന് പറയുന്നു. അങ്ങനെയല്ല, എൻ്റെ അച്ഛൻ എൻ്റെ ഈ പ്രായത്തിലാണ് പാർക്കിൻസൺസ് ഡിസീസ് വന്ന് മരിച്ചത്. എനിക്കും ഇപ്പം കുറച്ച് കാലമായിട്ട് ട്രെമേഴ്സും കാര്യങ്ങളും ഉണ്ട്. അത് ഹെറിഡിറ്ററി അല്ലെങ്കിൽ പോലും. അതുകൊണ്ട് എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇവിടെ ഉള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ കാട്ടിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞത്. ഞാൻ മരിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ ആൾക്കാരെ നല്ല ഉറപ്പുള്ള കൈകളിൽ ഏൽപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് നീ കാരണം ഇവിടെയുള്ള എത്രയോ പേര് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. നിൻ്റെ അച്ഛൻ നിന്നെക്കുറിച്ച് ഭയങ്കര പ്രൗഡായിരിക്കും. ഞാനും നിന്നെക്കുറിച്ച് ഭയങ്കര പ്രൗഡാണ്. നീ ഇപ്പം ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ താല്പര്യമില്ലെന്നാണെങ്കിൽ ഞാൻ കാട്ടിലോട്ട് പോകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ ഇവന് കാര്യം മനസ്സിലാവും. എന്നാൽ വാ നമുക്ക് പുറത്ത് പോയി കളിക്കാം എന്നവൻ പറയുന്നു. വീട്ടിലേക്ക് എത്തുന്ന ജിമ്മിന് അവിടെ ആരെയും കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ എവിടെ പോയി നോക്കി വരുമ്പോൾ ബേസ്മെൻറ്റിൽ ഗ്രൗണ്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് തബീത്ത. നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മറ്റേ ആ വയേഴ്സിൻ്റെ കാര്യം നമ്മൾ രാവിലെ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് നിനക്കൊരു ബ്രേസ്ലെറ്റ് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ നിനക്ക് ഗിഫ്റ്റ് ചെയ്തത്. അതെ, ഞാൻ ഉണ്ടാക്കി തന്നതല്ലേ? അതെ, അത് ജൂലിയെ പ്രസവിച്ചിട്ട് അന്ന് നിൻ്റെ എന്ത് കളഞ്ഞു പോയില്ലായിരുന്നോ? ഓക്കെ. അപ്പോൾ തിരിഞ്ഞു നോക്കിയേ, അവിടെ എന്തോ ഇരിക്കുന്നതെന്നും നോക്കുമ്പം അതേ ബ്രേസ്ലെറ്റ്. അതല്ല എന്നവൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അവൾ സമർത്ഥിക്കുന്നു അത് അവൾ ഉണ്ടാക്കിയെടുത്ത് ഇവന് കൊടുത്തതാണെന്നുള്ളത്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇപ്പം അതും ഇതുമായിട്ട് എന്താ ബന്ധം ചോദിക്കുമ്പം, അല്ല ഞാൻ ഈ വയസ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിയണമല്ലോ, അത് എന്നാൽ പിന്നെ ഞാനും കൂടാമെന്ന് പറഞ്ഞ് ജിമ്മും കൂടെ കുഴിക്കുവാണ്. ഇതേ സമയം മറ്റൊരിടത്ത് സാറ പറഞ്ഞത് പ്രകാരം താൻ കുഴിച്ചിട്ട ബാഗ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുകയാണ് ഫാദർ കാത്തറി. ഇപ്പോൾ അതിൽ നിന്ന് രക്തക്കറ പുരണ്ട ഒരു ഷർട്ടും പിന്നെ ഒരു ബോട്ടിലും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ പാക്കറ്റ്, അതിൻ്റെ പുറത്ത് കാണുന്ന സിമ്പലാണ് സാറ അവിടെ ഇരുന്ന് വരച്ചു കൊടുത്തത്. ഷെരീഫും ഡെപ്യൂട്ടി കെനിയും കൂടെ ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹത്തിന് ട്രമേഴ്സ് വരുന്നുണ്ട്. അത് നേരിട്ട് കാണുന്ന കെനി അവനങ്ങ് വിഷമായി. ഇപ്പോൾ ഇവൻ പറയുകയാണ്, ഞാനൊരു ബാറ്റ് ഉണ്ടാക്കാം, അപ്പോൾ നീ കാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ ബാറ്റ് വെച്ച് കളിക്കാമല്ലോ എന്ന്. അവരങ്ങനെ കളി തുടരുന്നു. രാത്രിയായി.
കോളനി ഹൗസിൽ മിക്കവാറും എല്ലാവരും നന്നായിട്ട് ഉറക്കമായി. ഇപ്പോൾ ഒരാൾ മാത്രം അധികം ഒച്ച ഉണ്ടാക്കാതെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുന്നു. മുകളിൽ ചെന്ന് വിൻഡോയിൽ കേർട്ടൻ പതുക്കെ മാറ്റി നോക്കുമ്പോഴേക്കും സുന്ദരിയായ ഒരു പെണ്ണ് പുറത്ത് നിൽക്കുകയാണ്. കയ്യിലൊരു ബൊക്കയും ഉണ്ട്. എന്നിട്ട് ഇയാളോട് പറയുകയാണ്, നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എന്നിട്ട് അപ്പോൾ അയാൾ ചിരിക്കുമ്പം എനിക്ക് എപ്പം ഉള്ളിലേക്ക് വരാൻ പറ്റും എന്നവൾ ചോദിക്കുന്നു.